ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നൊരു ക്രിയേറ്റീവ് പെയിൻറ്റിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹാൻഡ് മെയ്ഡ് ഷീറ്റ് എടുത്തിട്ടുണ്ട്, കളറും പെൻസിലും എടുത്തിട്ടുണ്ട്. ഹാൻഡ് മെയ്ഡ് ഷീറ്റ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹാൻഡ് മെയ്ഡ് ഷീറ്റിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഭയങ്കര പരുവരുത്തിട്ടുള്ളൊരു പ്രതലമാണ്. അപ്പോൾ ക്രിയേറ്റീവ് പെയിൻറ്റിങ് എന്ന് പറയുമ്പോഴേ ഞാൻ എൻ്റേതായിട്ടുള്ള ഇമാജിനേഷനിൽ നിന്ന്, അതായത് എൻ്റേതായ രീതിക്ക് ഞാൻ ചെയ്തെടുക്കുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. ഇമാജിനേഷൻ ആയതുകൊണ്ട് തന്നെ അതിന് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഈ കാണുന്ന പോലെ മൊത്തത്തിലൊന്ന് പെൻസിൽ വെച്ച് വരച്ചെടുത്ത ശേഷം ഇതേപോലെ പോയിൻ്റ് ബ്രഷിൽ ബ്ലാക്ക് കളർ എടുത്തിട്ട് അതിൻ്റെ മേലെയായിട്ട് മൊത്തത്തിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഈ കാണുന്ന പോലെ കണ്ണും പിരികൊക്കെയാണ് വരയ്ക്കുന്നത്. നമ്മൾ ഈ കാണുന്ന പോലെ ഏറുമാടത്തിൻ്റെ മുകളിൽ നിന്നാണ് വരയ്ക്കുന്നത്. ഈ കാണുന്ന പോലെ 3 പൂച്ചക്കുട്ടികളെ ഞാൻ ഇതേപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ കണ്ണും മുഖവും ഒക്കെ ഞാൻ ഇതേപോലെ ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും കളർ ചെയ്യാം. അതിനുവേണ്ടി ഈ കാണുന്ന പോലെ കളർ എടുത്തിട്ട് പൂച്ചക്കുട്ടികൾക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രോമവും കണ്ണും ചെവിയൊക്കെ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും പൂച്ചക്കുട്ടികളെ വരച്ചല്ലേ, അവർ തന്നെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയപ്പോഴേ അവർ മൈൻഡാക്കുന്നില്ല, അതിൻ്റെ പുറത്ത് കയറി കളിക്കുകയാണ്. ഈ കാണുന്ന പൂച്ചക്കുട്ടന്മാരൊക്കെ ഇല്ലേ, നമ്മളെ വീട്ടിലെ സരസപ്പൂച്ചയുടെ കുട്ടികളാണ്. 3 എണ്ണം ഉണ്ടായിരുന്നതിൽ ഇപ്പോൾ 2 എണ്ണേ ബാക്കിയുള്ളൂ. എന്തായാലും അമ്മ പാൽ കൊടുക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്തായാലും ബാക്കിയുള്ള കളറും കൂടെ അടിച്ചു കൊടുക്കാം. ഏതായാലും മുഖത്ത് ഞാൻ നീല കളറാണ് അടിക്കുന്നത്. ഇതുപോലെ കണ്ണും ഇവിടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. നമ്മളിവിടെ വരച്ചുകൊണ്ടിരിക്കുമ്പോഴേ പുറത്തായിട്ട് തകർത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരമായി തുടങ്ങിയിട്ട്. എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ ഇതുപോലെ വരച്ചെടുക്കാം. കണ്ണിൻ്റെ പീലിയൊക്കെ ഇതുപോലെ ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. നമ്മളിത് ആദ്യമായിട്ടല്ല പൂച്ചക്കുട്ടന്മാരെ വെച്ചിട്ട് ക്രിയേറ്റീവ് പെയിൻറ്റിങ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, വീഡിയോ ആയിട്ട് ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും തലയിലായിട്ട് ഇതേപോലെ ഒരു പൂമ്പാറ്റയും കൂടെ നമുക്ക് വരച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ഇതേപോലെ ഒരു ചിറക് വരച്ചു കൊടുത്ത ശേഷം അതിൻ്റെ അകത്തായിട്ട് ചെറുതും വലുതായിട്ടുള്ള വട്ടം വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബ്രഷിൽ ഇതേപോലെ റെഡ് കളർ എടുത്തിട്ട് ചിറകിനായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേപോലെ യെല്ലോ കളറും കൂടെ അതിനകത്ത് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ പരിപാടി കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പൂച്ചക്കുട്ടന്മാരെയും മീനിനെയും പൂമ്പാറ്റയും ഇതേപോലെ ഒരു പെൺകുട്ടിയൊക്കെ നമ്മളിതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഫേസിന് കളർ കൊടുക്കുന്നതിന് മുന്നായിട്ടുള്ളതാണ്, ഇത് കൊടുത്ത ശേഷമുള്ളത്. എന്തായാലും നമ്മളെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.